സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏത് സാമ്പത്തിക മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏത് സാമ്പത്തിക മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? ഹാരോൾഡ് ഡോമർ മാതൃകയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹാരോൾഡ് ഡോമർ മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിരുന്നത് ഏത് മേഖലയ്ക്കായിരുന്നു? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയിരുന്ന മേഖല ഏത്? കൃഷിയാണ്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയിരുന്നത് കൃഷിക്കായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 മുതൽ 56 വരെയായിരുന്നു ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. 1951 മുതൽ 56 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാന ജലസേചന പദ്ധതി ഏതാണ്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാന ജലസേചന പദ്ധതി ഇവിടെ തന്നിരിക്കുന്നത് ബക്രാനങ്കൽ പദ്ധതി, സർദാർ സരോവർ, തെഹ്രി പദ്ധതി, ഇടുക്കി പദ്ധതി എന്നിവയാണ്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാന ജലസേചന പദ്ധതി തന്നിരിക്കുന്നതിൽ ബക്രാനങ്കൽ പദ്ധതിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബക്രാനങ്കൽ പദ്ധതി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത് ആര്? കെ കേളപ്പനാണ്. ഓപ്ഷൻ എ കെ കേളപ്പൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. 1857 വിപ്ലവത്തിന് ബീഹാറിലെ ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത് ആരാണ്? 1857 വിപ്ലവത്തിന് ബീഹാറിലെ ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത് ആര്? കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ആണ് ആറയിൽ നേതൃത്വം നൽകിയത്. കൻവർ സിംഗ്. മലയാളിയായ അമ്മു സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മലയാളിയായ അമ്മു സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ദിണ്ടിഗലാണ്. ദിണ്ടിഗലിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓപ്ഷൻ സി ദിണ്ടിഗൽ. ഹോർത്തൂസ് മലബാറിക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഹോർത്തൂസ് മലബാറിക്കസിനായിട്ട് ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഇട്ടി അച്യുതനാണ്. ഇട്ടി അച്യുതൻ ഹോർത്തൂസ് മലബാറിക്കസിനായിട്ട് എഴുതിയ രചനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇട്ടി അച്യുതൻ. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസൗണ്ട് ആണ്. സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ നിലവിൽ എത്ര ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ നിലവിൽ എത്ര ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത്? 22 ഭാഷകളാണ്. എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ? 8ാമത്തെ ഷെഡ്യൂളിലാണ്. 22 ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത്.
ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത് 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 4A-യിലാണ്. ഭാഗം 4A-യിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം 4A. ഇതെല്ലാം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്? മൗലിക കർത്തവ്യങ്ങൾ 11 മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? 11. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത് എന്ന് കമന്റ് ചെയ്യുക. എത്ര മൗലിക അവകാശങ്ങൾ? ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 35 വയസ്സാണ്. 35 വയസ്സാണ് ഗവർണറായിട്ട്, ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. സംസ്ഥാന ഗവർണർ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണർ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത്. രാഷ്ട്രപതി. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് അതത് സംസ്ഥാനത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സാധാരണഗതിയിൽ ഒരു ഗവർണറുടെ കാലാവധി എത്ര വർഷമാണ്? സാധാരണഗതിയിൽ ഒരു ഗവർണറുടെ കാലാവധി 5 വർഷമാണ്. ഗവർണറുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ടെക്നോ പാർക്കാണ്. ടെക്നോ പാർക്ക്. തിരുവനന്തപുരത്തിലെ ടെക്നോ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക്. ടെക്നോ പാർക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. സിക്കിം. ഓപ്ഷൻ ഡി സിക്കിം. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ്, അതായത് സെൻസസ്, എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 10 വർഷമാണ്. 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 18 ഇന്ത്യൻ ഭരണഘടനയിൽ പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 18. പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവ്? പെരിയോർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കറാണ് പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. EV രാമസ്വാമി നായ്ക്കർ. പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞത് ആര്? പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജി അന്തരിച്ചപ്പോൾ പറഞ്ഞത് ആര്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. കർമ്മയോഗി എന്ന മാസിക ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? കർമ്മയോഗി ആരംഭിച്ചത് അരബിന്ദ ഘോഷാണ്.
കർമ്മയോഗി എന്ന മാസിക ആരംഭിച്ചതാരാണ്? അരബിന്ദ ഘോഷാണ്. അരബിന്ദ ഘോഷ്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ഇവിടെ തന്നിരിക്കുന്നു പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന ദാദാഭായ് നവറോജിയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം, മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം തന്നെയാണ് പഴി പറയേണ്ടത്. ആരുടെ വാക്കുകളാണ് ഇവ? ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത്. ഇത് ആരുടെ വാക്കുകളാണ്? അംബേദ്കറുടെ വാക്കുകളാണ്. ഓപ്ഷൻ ബി അംബേദ്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്? ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. 1916 ലക്നൗ സമ്മേളനത്തിലാണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. 1916 ലക്നൗ സമ്മേളനം. അഭിനവ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്? അഭിനവ ഗാന്ധി അണ്ണാ ഹസാരെയാണ്. ഓപ്ഷൻ സി അണ്ണാ ഹസാരെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് 1858 1858. സസ്യങ്ങളിലെ ശ്വസനവാതകം. സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? O2 ആണ്. O2. ഓപ്ഷൻ സി O2. ലോക ഹീമോഫീലിയ ദിനം. ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ. ഓപ്ഷൻ എ ആണ് ഉത്തരം. മോണോട്രോപ്പ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 4 പ്രസ്താവനകളും ശരിയാണ്. ഇപ്പം ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ കോൾ ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ്, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. സെക്യുലാർ എന്ന പദം ഭരണഘടനയിൽ ഏത് ഭേദഗതിയിലൂടെ ചേർക്കപ്പെട്ടു? സെക്യുലാർ എന്ന പദം ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത് ഏത് ഭേദഗതിയിലൂടെയാണ്?
42 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് സെക്യുലർ എന്ന പദം ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത്. 42ാം ഭേദഗതി. ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം, ഏറ്റവും കുറഞ്ഞ അളവിൽ അസ്റ്റാറ്റിൻ ആണ്. ഓപ്ഷൻ എ അസ്റ്റാറ്റിൻ. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ്, ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ് ഏതാണ്? 45 ഡിഗ്രി ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, 45 ഡിഗ്രി. ഫ്ലാവി വൈറസ് പരത്തുന്ന രോഗം ഇവയിൽ ഏതാണ്? ഫ്ലാവി വൈറസ് പരത്തുന്നത് ജപ്പാൻ ജ്വരം. ജപ്പാൻ ജ്വരം പരത്തുന്ന വൈറസ് ഏതാണ്? ഫ്ലാവി വൈറസ് ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്, സ്റ്റിറോയിഡ് വൈറ്റമിൻ ജീവകം ഡി ആണ്. വൈറ്റമിൻ ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്, വൈറ്റമിൻ ഡി. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷ. പദ്ധതിയുടെ പേര് പരിരക്ഷ. മാംസ്യത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഇതിലേതാണ്? മാംസ്യത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മരാസ്മസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, മരാസ്മസ്. 1923 പാലക്കാട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? 1923 പാലക്കാട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡുവാണ്. ഓപ്ഷൻ ബി സരോജിനി നായിഡു. പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇവരിൽ ആരാണ്? പുരളിശമ്മൻ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ്. പുരളിശമ്മൻ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജ. റഷ്യൻ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയം ഏത്? റഷ്യൻ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയം കൂടംകുളം ആണവ നിലയമാണ്. ഓപ്ഷൻ എ കൂടംകുളം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിബുലേഖ് ചുരമാണ്. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലിബുലേഖ് ചുരം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എല്ലാ ദ്രവ്യരൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജമാണ്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന് സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ 3 പ്രസ്താവനകളും ശരിയാണ്. എല്ലാ ദ്രവ്യരൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജമാണ്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന് സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമില്ല. ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്